അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഖിലാഫത്തിൻ്റെ ചരിത്രം, അതിൻ്റെ തുടർച്ചയെന്നോണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രയേറെ ആകർഷകമായിട്ടുള്ള മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾ കാണുകയില്ല. അത്രയേറെ ആ 10 വർഷത്തെ ഭരണകാലം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇസ്ലാമിൻ്റെ തിളങ്ങുന്ന അധ്യായങ്ങളിൽ ഒന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾ അഭിമാനത്തോടുകൂടെ സ്മരിക്കുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ അമുസ്ലിം ചരിത്രകാരന്മാർ പോലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ പല രൂപത്തിലായിട്ട് ചരിത്രത്തിലുടനീളം പ്രകീർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോക ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ട് മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിൻ്റെ ദ 100 ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം രചിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിൽ അദ്ദേഹം 1-ാം സ്ഥാനം നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം 52-ാം സ്ഥാനം നൽകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. സുബ്ഹാനല്ലാഹ്. അതായത് അമുസ്ലിം ചരിത്രകാരൻ പോലും ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നാം കാണുന്നത്. അത്രയേറെ മനോഹരമായിട്ടുള്ള ഏടുകളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതകാലത്തുടനീളം നമ്മൾ കാണുന്നത്. അത് മുഴുവനായി പരാമർശിക്കുക എന്നുള്ള ഒരർത്ഥത്തിലും സാധ്യമല്ല. കാരണം അത്രയേറെ സുദീർഘമായിട്ടുള്ളൊരു ചരിത്രമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ജീവിതം, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഒരു അല്പ കാലഘട്ടം, അതിനുശേഷം ഏറ്റവും പ്രധാനമായിട്ട് ഖലീഫയായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലമാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഖുറൈശികളുടെ ബനു അദീ ഗോത്രത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഖുറൈശി ഗോത്രമായ ബനു മഖ്സൂം ഗോത്രക്കാരിയായിരുന്നു. ബനു മഖ്സൂം ഗോത്രം നമുക്കറിയാം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂജഹലെല്ലാം ഉൾപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള ഖുറൈശി ഗോത്രമായിരുന്നു ബനു മഖ്സൂം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇവരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 13 വയസ്സ് കുറവായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ജാഹിലിയ കാലത്ത് നമുക്കറിയാം വളരെ ചുരുക്കം ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടായിരുന്നു. അതായത് വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ മക്കയിൽ അവർ എഴുതാനും വായിക്കാനും പഠിച്ച ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു അറിവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ എഴുതാനും വായിക്കാനും അദ്ദേഹം പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഖുറൈശികളായിട്ടുള്ള ആളുകൾ അവർ ഇതര ഗോത്രങ്ങളുമായിട്ട് സംസാരിക്കാനെല്ലാം ഖുറൈശികളുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ അംബാസിഡറായിട്ട് അവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഫീർ ഖുറൈശ് എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള സംഭവം അദ്ദേഹം ഉദ്ധരിക്കപ്പെടുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഖലീഫയായതിനു ശേഷം അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഒരു താഴ്വരയിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അനുയായികളോട് പറഞ്ഞു, ഈ താഴ്വരയിൽ ജാഹിലിയ കാലത്ത്, അതായത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പല സന്ദർഭത്തിലും ഞാൻ ആടുകളെ മേയിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പല രാത്രി ഞാനിവിടെ തങ്ങിയിട്ടുണ്ട്. ആ രൂപത്തിലെല്ലാം കഠിനമായിട്ട് അധ്വാനം ചെയ്താലും എനിക്ക് അവർ വേതനമായി നൽകിയിരുന്നത് 1-2 ഈത്തപ്പഴം മാത്രമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പല സന്ദർഭത്തിലും ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും എൻ്റെ പിതാവ് ഖത്താബ് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. പിതാവ് ഖത്താബ് അദ്ദേഹത്തെ ശക്തമായിട്ട് ഉപദ്രവിച്ചിരുന്നു. അപ്പോൾ പിതാവിൻ്റെ ഇത്തരത്തിലുള്ള വളരെ പരുഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സമീപനമാണ് അദ്ദേഹത്തിന് ബാല്യകാലത്തിലുടനീളം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. ഒരു പക്ഷേ അതായിരിക്കാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഈ ഒരു രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പരുഷ സ്വഭാവവും മുൻകോപത്തിനെല്ലാം കാരണമായി ഭവിച്ചത് ഒരു പക്ഷേ പിതാവിൻ്റെ ഈ രൂപത്തിലുള്ള സമീപനങ്ങളായിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ മോശം ജീവിതമായിരുന്നു നയിച്ചത്. മദ്യത്തിന് അടിമപ്പെട്ടിരുന്നു. ഒരു യുവാവായിരിക്കുന്ന വ്യക്തിക്ക് സങ്കല്പിക്കാവുന്ന എല്ലാ രൂപത്തിലുള്ള ദുശീലങ്ങളും എന്നിലുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എല്ലാ ദുശീലങ്ങളും എന്നിലുണ്ടായിരുന്നു. സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, പലപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ജാഹിലിയ ജീവിതത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ പല ആധികാരികമായിട്ടുള്ള സദസ്സുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാറുള്ള ഒരു സംഭവമാണ്, അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളായിട്ടുള്ള ഒരു പെൺകുട്ടി അദ്ദേഹം കുഴിച്ചു മൂടിയതായിട്ടുള്ളൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇദൽ മൗഊദത്തു സുഇലത്ത് എന്നുള്ള ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു സംഭവം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്.
ആ ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പ്രത്യേകമായിട്ട് അറിയേണ്ട. അത്തരത്തിലൊരു സംഭവം ആധികാരികമായിട്ട് ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണുക സാധ്യമല്ല. പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കഥയുടെ സ്രോതസ്സായിട്ട് പലപ്പോഴും പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ളത്, ഈ കഥ ഉത്ഭവിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും എല്ലാം ശക്തമായിട്ട് എതിർക്കുന്ന മറ്റൊരു വിഭാഗം ഷിയാക്കളായിട്ടുള്ള ആളുകൾ, അവർ പടച്ചുവിട്ട ഒരു കഥയായിരിക്കണം ഇതെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അതല്ലാതെ ആധികാരികമായിട്ടുള്ള ഒരു സ്രോതസ്സിലും ഈ ഒരു കഥ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിന് തെളിവായിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട 2 തെളിവുകളും കൂടെ ഇതിനെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഖുറൈശികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലൊരു ദുരാചാരം അവർ ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു നടപടി അറബികളായിട്ടുള്ള ആളുകൾ ജാഹിലിയ കാലത്ത് സ്വീകരിച്ചത്, അതായത് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഖുറൈശി ഗോത്രക്കാരും അത് നിർവഹിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബനു അദീ ഗോത്രക്കാർ ഈ ഒരു സമ്പ്രദായം അവർ നടപ്പിലാക്കിയിരുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവനോടെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈ രൂപത്തിൽ കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം ആ ഗോത്രത്തിനിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങൾ ആ ഗോത്രത്തിൽ ജീവനോടെ ഇരിക്കുമായിരുന്നില്ല. അതിനേക്കാൾ ഉപരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ജനിച്ച അദ്ദേഹത്തിൻ്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹ, അതായത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ കൂടെയായ ഹഫ്സ റളിയല്ലാഹു അൻഹ അവിടെ ജീവനോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹ ജീവനോടെ ഇരുന്നു എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് തന്നെ അബൂ ഹഫ്സ് എന്നായിരുന്നു. മറ്റൊരു തെളിവായിട്ട് പറയപ്പെടുന്നത് തൊബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറയുകയാണ്, വഇദൽ മൗഊദത്തു സുഇലത്ത് എന്നുള്ള ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ഖൈസ് ഇബ്നു ആസിം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എൻ്റെ 8 മക്കളെ ജാഹിലിയ കാലത്ത് വധിച്ചിട്ടുണ്ട്, 8 പെൺകുട്ടികളെ. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കഫാറത്തായിട്ട് എന്താണ് അതിന് പാപപരിഹാരമായിട്ട് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഓരോ മക്കൾക്കും പകരമായിട്ട് ഒരു അടിമയെ മോചിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ അടിമയില്ല, എൻ്റെ കയ്യിൽ ഒട്ടകം മാത്രമേ ഉള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അടിമക്ക് പകരം ഒട്ടകത്തെ ദാനമായിട്ട് നൽകുക. ഈ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ കാരണം, സ്വഹീഹായിട്ടുള്ള ഹദീസ് തൊബ്രാനിയാണ് ഉദ്ധരിക്കുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കാൻ കാരണം, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഒരു കാര്യം ശ്രദ്ധയാണ്. കാരണം സ്വയം ഉമർ റളിയല്ലാഹു അൻഹു സ്വയം ഈ ഒരു പ്രവൃത്തി ചെയ്തിരുന്നതെങ്കിൽ, അദ്ദേഹം ഈ രൂപത്തിൽ മകളെ കുഴിച്ചിട്ടിരുന്നെങ്കിൽ മറ്റൊരാൾ ചെയ്ത ഇതേ കാര്യം എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുക എന്നുള്ളത് ഇതൊരു ചോദ്യം പ്രസക്തമാണ്. അതായത് സ്വന്തം ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്ത ഒരു പ്രവൃത്തി എങ്ങനെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുക എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു കെട്ടുകഥ, ഇതൊരു കെട്ടുകഥയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ രൂപത്തിലൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് സംഭവിച്ചതായിട്ട് ആധികാരികമായിട്ടുള്ള ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക സാധ്യമല്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പെങ്ങളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതേപോലെ തന്നെ സഹോദരൻ സെയ്ദും റളിയല്ലാഹു അൻഹുവും എല്ലാം ഇസ്ലാമിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിൻ്റെ ശക്തമായിട്ട് വിരോധിയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനെ വെറുത്തത് ഇസ്ലാമിൻ്റെ ആദർശങ്ങളോടുള്ള വിരോധമായിരുന്നില്ല, മറിച്ച് പ്രധാനമായിട്ട് അദ്ദേഹം ഖുറൈശികളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. തൻ്റെ ഗോത്രത്തോടുള്ള താല്പര്യമായിരുന്നു അദ്ദേഹത്തെ ഇസ്ലാമിനെ വെറുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദേശവുമായി വന്നതോടുകൂടെ ആളുകൾക്കിടയിൽ ഭിന്നതയും ഛിദ്രതയും സമൂഹത്തിലുണ്ടാക്കി. അപ്പോൾ ആ ഒരു കാരണത്താലാണ് അദ്ദേഹം ഇസ്ലാമിനെ വെറുത്തത് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച് 6-ാമത്തെ വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ആ ഒരു വർഷം ഏറ്റവും പ്രധാനപ്പെട്ട 2 ധീര യോദ്ധാക്കളാണ് ഒരേ സമയം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു ആദ്യം ഇസ്ലാമിലേക്ക് വരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അന്ന് 3-ാമത്തെ ദിവസം തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. തുർമുദി ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, അല്ലാഹുവേ 2 ഉമറുമാരിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാൽ നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന 2 ഉമറുമാരെന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമതായിട്ട് അംർ ഇബ്നു ഹിഷാം, അതായത് അബൂജഹലിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന കേൾക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിനെ സംബന്ധിച്ച്
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറയുകയാണ്, ഉമറിൻ്റെ ഇസ്ലാം സ്വീകരണം അത് വിജയമായിരുന്നു, കാന ഫത്ഹുൻ, അത് വിജയമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഹിജറ സഹായവും അദ്ദേഹത്തിൻ്റെ ഭരണം ഉമ്മത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഉമർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് വരെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഅബയുടെ സമീപത്ത് പോയിട്ട് പരസ്യമായിട്ട് അവർക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞ അന്ന് മുതൽ ഞങ്ങളുടെ അന്തസ്സ് വർദ്ധിച്ചു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കേട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സൂചിപ്പിക്കപ്പെട്ട വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം അത് സാന്ദർഭികമായിട്ട് ഉദ്ധരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് അല്പം മുമ്പുണ്ടായൊരു സംഭവം. നമുക്കറിയാം, മുസ്ലിങ്ങൾ മക്കയിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനം കാരണം ആദ്യം അവർ ഒരു ഹിജറ പോകുന്നുണ്ട്, അബിസീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് ആദ്യമായിട്ടൊരു ഹിജറ പോകുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഹിജറയുടെ സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഇതേ രൂപത്തിൽ അബിസീനിയയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിക്കുകയും അവരതിനായിട്ട് അവരുടെ സാധനങ്ങളെല്ലാം ഒരുക്കുന്ന സന്ദർഭത്തിൽ അബൂ അസ്മാ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഉമ്മു അബ്ദില്ല റളിയല്ലാഹു അൻഹ അന്നൊരു സ്ത്രീ അവർ ഹിജറക്ക് വേണ്ടി സാധനങ്ങളെല്ലാം ഒരുക്കുന്ന സന്ദർഭത്തിൽ ആ വഴിയിലൂടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉമ്മു അബ്ദില്ല റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം നാടും വീടെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു വിദ്വേഷം കാരണം അവർ ഒരല്പം ദേഷ്യത്തോടു കൂടെ ഉമ്മു അബ്ദില്ല റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളെ തുടരെ മർദ്ദിക്കുകയാണ്, ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് മോചനം നൽകും, അതുകൊണ്ട് ഞങ്ങൾ ഹിജറ പോവുകയാണ്. വളരെ ദേഷ്യത്തോടു കൂടെ അവർ സംസാരിച്ചു. ഈ ഒരു വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം അക്കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോവുക എന്നുള്ളതെല്ലാം ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് പരിചയമില്ലാത്തൊരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ സ്ഥിതിഗതികളെല്ലാം അത്രത്തോളം വഷളായി എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യമാവുകയും അവരുടെ മറുപടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു. ഈ മറുപടി കേട്ട സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന വാക്ക് അദ്ദേഹം പറയുകയാണ്, സ്വഹിബക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ നിന്നും വന്ന ഈ വാക്ക് ഉമ്മു അബ്ദില്ല റളിയല്ലാഹു അൻഹയെ വല്ലാതെ ഞെട്ടിപ്പിച്ചു. കാരണം സ്വഭാവിയായിട്ടുള്ള മുൻകോപിയായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു താൻ ഇത്ര ദേഷ്യത്തോട് സംസാരിച്ചിട്ട് ഇത്ര ശാന്തമായ രൂപത്തിൽ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ നിന്നും വരികയാണ്. സ്വാഭാവികമായിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനംമാറ്റത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് അവർക്കത് മനസ്സിലാവുകയാണ്. അവർ ആ ഒരു മറുപടി കേട്ട് അത്ഭുതത്തോടു കൂടെ നിൽക്കുകയും ഒരല്പസമയത്തിന് ശേഷം അവരുടെ ഭർത്താവ് വന്ന സന്ദർഭത്തിൽ അവർ അത്ഭുതത്തോടു കൂടെ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് നിരീക്ഷിക്കാൻ സാധിച്ചു. ഈ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് മറുപടി പറഞ്ഞെന്ന് ഭാര്യ പറഞ്ഞ സന്ദർഭത്തിൽ അവരുടെ ഭർത്താവ് പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ, ഭർത്താവ് ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഫലാ യുസ്ലിമുല്ലദീ റഅയ്തി ഹത്താ യുസ്ലിമു ഹിമാർ അൽ ഖത്താബ്, നീ ഖത്താബിൻ്റെ കഴുത മുസ്ലിമായി കണ്ടാലും ഉമർ ഇസ്ലാമിൽ വന്ന് നീ കാണുകയില്ല. അങ്ങനെ ആ കഴുത, അവരുടെ വീട്ടിലുള്ള കഴുത മുസ്ലിമായാലും ഉമർ ഇസ്ലാമാകാൻ പോകുന്നില്ലെന്നാണ് ഭർത്താവിൻ്റെ പ്രതികരണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വലിയ പദ്ധതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ഖദർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിധി പ്രകാരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ആധികാരികമായിട്ടുള്ള 2 കഥകൾ. ഒന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സന്ദർഭത്തിൽ വഴിയിൽ വെച്ച ഒരാളെ കാണുന്നു. അപ്പോൾ അയാളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവും ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുന്നു. ആ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു. അവർ സഹോദരിയെ മർദ്ദിക്കുന്നു. അവസാനം അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ശുദ്ധിയായിട്ട് വരാൻ പറഞ്ഞ് ആ ഏട് കൈമാറുന്നു. അതിനുശേഷം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു കഥ. ഈ കഥ നമുക്കെല്ലാം സുപരിചിതമാണ്. പക്ഷെ അതേസമയം ആധികാരികമായിട്ടുള്ള മറ്റൊരു കഥ കൂടെ, വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കഥ കൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്നതായിട്ടുള്ള മറ്റൊരു സംഭവം. അദ്ദേഹം പറയുകയാണ്, ഞാനൊരിക്കൽ മദ്യം കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ സുഹൃത്തുക്കളെ തെരഞ്ഞുപോയി, അപ്പോൾ അവരെ ആരെയും കണ്ടില്ല. അതിനുശേഷം മദ്യവിൽപ്പന നടത്തുന്ന ആളെ തെരഞ്ഞുപോയി, അയാളെയും കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ തോന്നി. അതായത് സുഹൃത്തുക്കളില്ല, മദ്യമില്ല. അപ്പോൾ വല്ലാതെ നിരാശപ്പെട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ബോറടിച്ച സന്ദർഭത്തിൽ ഞാൻ
കഅബക്കരികിൽ തവാഫ് ചെയ്യാൻ പോയി. അതായത് മദ്യവും സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹം തവാഫ് ചെയ്യാൻ വേണ്ടി കഅബക്കരികിലേക്ക് പോവുകയാണ്. രാത്രി സന്ദർഭത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, കൂരിരുട്ടിൽ ഞാൻ കഅബക്ക് അരികെ ചെന്ന സന്ദർഭത്തിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ ആ മനോഹരമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ്റെ പാരായണം കേട്ടപ്പോൾ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ കഅബയുടെ കില്ലക്കുള്ളിൽ ഞാൻ ഒളിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ്റെ ആ സ്വാധീനം. ലൗ അൻസൽന ഹാദൽ ഖുർആനു അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅ. അതായത് പർവ്വതത്തെ പോലും പിടിച്ചു കുലുക്കാൻ മാത്രം സ്വാധീനമുള്ള ആ പരിശുദ്ധ ഖുർആൻ്റെ ആ ഒരു വചനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. ഇത് കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ മനസ്സിൽ മന്ത്രിക്കുകയാണ്, ഇത്ര മനോഹരമായിട്ടുള്ള വചനം, മുഹമ്മദ് എത്ര നല്ല കവിയാണെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാതെ മനസ്സിൽ മന്ത്രിച്ചു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മനസ്സിൽ ഇതേ രൂപത്തിൽ മന്ത്രിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും പുറത്തു വന്ന ആയത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹാഖയായിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ഇത്തരത്തിലൊരു ചിന്ത വന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ആയത്ത് വമാ ഹുവ ബിഖൗലി ശാഇറിൻ ഖലീലൻ മാ തുഅ്മിനൂൻ. ഇതൊരു കവിയുടെ വാക്കുകളല്ല, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അദ്ദേഹം വല്ലാതെ അത്ഭുതപ്പെടുക. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തക്കുള്ള മറുപടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിലൂടെ നൽകുന്നത്. അപ്പം അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതൊരു കവിതയല്ലെങ്കിൽ തീർച്ചയായിട്ടും ഖുറൈശികളായിട്ടുള്ള ആളുകൾ പറയുന്നത് പോലെ ഇദ്ദേഹം നല്ലൊരു ജ്യോത്സ്യനായിരിക്കണം, നല്ലൊരു സാഹിറായിരിക്കണം. അതല്ലാതെ ഇത്രയും മനോഹരമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം അത് മനസ്സിൽ ചിന്തിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ആയത്ത് ഓതുകയാണ്, വമാ ബിഖൗലി ഖാഹിരിൻ ഖലീലൻ മാ തദക്കറൂൻ. ഇത് ഒരു ജ്യോത്സ്യൻ്റെ വാക്കുകളല്ല, അല്ലെങ്കിൽ ഒരു സാഹിറിൻ്റെ വാക്കുകളല്ല, നിങ്ങൾ ഒരല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ അർത്ഥത്തിലും അത്ഭുതപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്തകളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്ന ആയത്തുകളെല്ലാം ഒത്തുവരികയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ സ്വയം ചോദിക്കുകയാണ്, അത് രണ്ടുമല്ലെങ്കിൽ പിന്നെ എത്രയും മനോഹരമായിട്ടുള്ള വചനങ്ങൾ മുഹമ്മദിന് എവിടെ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ആയത്ത് പാരായണം ചെയ്യുകയാണ്, തൻസീലു മിർ റബ്ബിൽ ആലമീൻ. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ് ഈ വചനങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയാണ്. അപ്പോൾ യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്തയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്ന ആയത്തുകൾ ഒത്തുവന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വല്ലാതെ അത് സ്വാധീനിക്കുകയും അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇരുട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ഇരുട്ടിൽ നടക്കുകയാണ്. ഒരല്പസമയം നടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലൊച്ച കേൾക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയ സന്ദർഭത്തിൽ ഇരുട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൂളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഈ അസമയത്ത് നീ എന്ത് ചെയ്യുകയാണ് യാ ഇബ്നു ഖത്താബ്, ഈ ഒരു അന്ത്യസമയം, ഈ രാത്രിയുടെ ഇരുട്ടിൽ നീ എന്താണ് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ധീരത നിങ്ങൾ നോക്കുക. അതായത് ഈ ഒരു കൂരിരുട്ടിലും ഒരു ആയുധം പോലും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ ഏറ്റവും ധീരയോദ്ധാവായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കണ്ടിട്ടും വളരെ ശാന്തമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, എന്താണ് നിനക്ക് പണി? പ്രവാചകൻ്റെ അപാരമായിട്ടുള്ള തവക്കുലാണ് സുബ്ഹാനല്ലാഹ് ഈ ഒരു ചോദ്യം നമുക്ക് കാണിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അപാരമായിട്ടുള്ള ധീരത. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും അവൻ അവതരിച്ചതിലും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇതായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്ന മറ്റൊരു കഥ, ആധികാരികമായിട്ടുള്ള മറ്റൊരു സംഭവം സൂചിപ്പിക്കപ്പെടുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കാലഘട്ടത്തിൽ നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും നമുക്കറിയാം ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മറ്റുള്ള ആളുകളെല്ലാം രഹസ്യമായിട്ട് ഹിജ്റ പോയ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണിച്ച ആ ധീരത, സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ആദ്യം കഅബക്ക് സമീപത്തേക്ക് പോകുന്നു. അവിടെ അദ്ദേഹം പരസ്യമായിട്ട് തവാഫ് ചെയ്തതിന് ശേഷം ഉറക്കെ ഖുറൈശികളോട് അദ്ദേഹം വിളിച്ചു പറയുക, ഓ ഖുറൈശികളെ, ഞാനിതാ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു, ആർക്കെങ്കിലും തടയണമെങ്കിൽ എന്നെ തടയാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആരുടെയെങ്കിലും മാതാവിന് സന്താനത്തെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആരെങ്കിലും തൻ്റെ മക്കളെ യത്തീമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ഭാര്യമാരെ വിധവയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ഉമറിനെ തടയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിട്ടാണ് പരസ്യമായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് പോകുന്നത്. സുബ്ഹാനല്ലാഹ്.
അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കാനുള്ള അപൂർവ സൗഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സൗഭാഗ്യം ലഭിച്ച രണ്ട് സ്വഹാബികളാണ്. ഒന്ന് ഖലീഫമാരിൽ രണ്ട് ഖലീഫമാർക്ക് ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബദറിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുകൂടെയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖം ബാധിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ബദറിൽ പങ്കെടുക്കേണ്ട എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മാലിൻ്റെ ചില ചുമതല ഏൽപ്പിക്കപ്പെട്ടതിനാൽ തബൂക്ക് യുദ്ധത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച രണ്ട് വ്യക്തികളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. സുബ്ഹാനല്ലാഹ്. പിന്നീട് നമുക്കറിയാം ഖലീഫമാരുടെ ചരിത്രത്തെ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ഖലീഫമാരും മൊത്തം ഈ 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ അലി റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഹദീസ് 570ഓളം ഹദീസുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം 10ലധികം പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്ര വലിയ സൗഭാഗ്യം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് 10ലധികം പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടൊരു ഹദീസ്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, പല സന്ദർഭത്തിലും ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിവെക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നതായിട്ടുള്ളൊരു സ്വഹീഹായിട്ടുള്ള ഹദീസ് കാണാൻ സാധിക്കും. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ച സന്ദർഭത്തിൽ യുദ്ധ തടവുകാരോട് സ്വീകരിക്കേണ്ട സമീപനവുമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അവരെ വധിക്കേണ്ടതില്ല, അവരെ വെറുതെ വിടാം. സ്വഹാബികളായിട്ടുള്ള പല ആളുകളും ആ ഒരു അഭിപ്രായത്തെ പിന്തുണച്ചു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ അവരെ വധിക്കണം, കാരണം അവർ വീണ്ടും മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമെന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒരല്പസമയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ നിർദ്ദേശത്തെ ശരിവെച്ചുകൊണ്ട് സൂറത്തുൽ അൻഫാലിലെ 67-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് പ്രവാചകന്റെ തീരുമാനത്തെ തിരുത്തിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു സംഭവം മഖാമു ഇബ്രാഹിമിൻ്റെ അടുത്തുള്ള നമസ്കാരം. ആ നമസ്കാരത്തെ സംബന്ധിച്ച് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകരെ അവിടെ നമ്മൾ നമസ്കരിച്ചാൽ എന്താണെന്നുള്ള ഒരു ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത്. അതിന് ആസ്പദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖിദു മഖാമ ഇബ്രാഹിമ മുസല്ല എന്ന സൂറത്തുൽ ബഖറയിൽ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പല ആളുകളും സന്ദർശിക്കാറുണ്ട്. അപ്പം പ്രവാചക പത്നിമാർക്ക് അവർക്ക് ആ സന്ദർഭത്തിൽ ഹിജാബ് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെടുകയാണ്. പ്രവാചകരെ താങ്കളുടെ പത്നിമാർക്ക് ഹിജാബ് വേണ്ടതുണ്ട്, പല ആളുകളും താങ്കളുടെ വീട്ടിലേക്ക് സന്ദർശകരായിട്ട് വരുന്നുണ്ട്. ഒരല്പസമയം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ശരിവെച്ചുകൊണ്ട് ആ ഒരു നിർദ്ദേശത്തെ ശരിവെച്ചുകൊണ്ട് സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ലഅനഹുല്ലാഹ്, അതായത് മുനാഫിക്കുകളുടെ നേതാവായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരണപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയുകയാണ്. അദ്ദേഹം ജീവിതത്തിലുടനീളം ഇസ്ലാമിനെതിരെ ചെയ്ത പ്രവർത്തികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ചെവിക്കൊള്ളാതെ പ്രവാചകൻ നമസ്കരിക്കുന്നു. ഒരല്പസമയത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ശരിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഒരിക്കലും നിങ്ങൾ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമസ്കരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശരിവെച്ചുകൊണ്ട് ആയത്തിറക്കാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ സൂറത്തുൽ അഅറാഫിൽ അലസ്തു ബിറബ്ബിക എന്ന ശ്രദ്ധേയമായിട്ടുള്ള വചനം, അതായത് ആലമുൽ അർവാ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുകളെ മുഴുവൻ നിരത്തി നിർത്തിക്കൊണ്ട് ചോദിക്കപ്പെട്ട ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് എന്ന ആ ഒരു ചോദ്യം ആ ഒരു ആയത്ത് അവതരിപ്പിക്കാൻ കാരണമായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിരവധി ആയത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെ ശരിവെച്ച് അവതരിക്കുന്നതായിട്ട് നമ്മൾ കാണുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാഹു ഉമറിൻ്റെ മനസ്സിലൂടെയും നാവിലൂടെയും സത്യം അനാവരണം ചെയ്യുന്നു. അദ്ദേഹം സത്യാസത്യ വിവേചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം അൽ ഫാറൂഖ് എന്നുള്ളത്. അദ്ദേഹം സത്യാസത്യ വിവേചകനാണ്. അള്ളാഹു അതിലൂടെ അദ്ദേഹത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രകാശിപ്പിക്കുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കാരണം പിന്നീട് അദ്ദേഹത്തെ അൽ ഫാറൂഖ് എന്നുള്ള അപരനാമം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണം സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിൻ്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കേണ്ട ഉമറും റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടാനെല്ലാം വിവാഹം കാരണമായി. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് ബദറിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. 21 വയസ്സ് മാത്രം പ്രായമുണ്ടാകുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുന്നത്. പിന്നീട് നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളാഇൽ, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില ഹദീസുകൾ, വളരെ മനോഹരമായിട്ടെന്ന് തോന്നിയ ചില ഹദീസുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ ഈ ഒരു ഹദീസ് തന്നെ ധാരാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയായിട്ടുള്ള ഒരു ഹദീസിൽ പറഞ്ഞു, ലൗകാന നബിയ്യം മിൻ ബഅദി ലകാന ഉമർ, തീർച്ചയായിട്ടും എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അന്തിമ പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണി, ഇൻ കേസ് എൻ്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ ശ്രേഷ്ഠമേറിയ വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു സ്വഹീഹായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്രായേൽ സന്തതികളിൽ അള്ളാഹു പരോക്ഷമായ വഹി ലഭിച്ച പ്രവാചകരല്ലാത്ത പല ആളുകളുണ്ട്. മുഹദ്ദസൂൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുഹദ്ദിസൂൻ അല്ല, മുഹദ്ദസൂൻ. അതായത് പരോക്ഷമായിട്ടുള്ള വഹി ലഭിച്ച ആളുകൾ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ്, അവർക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊട്ടയിൽ കൊണ്ട് നദിയിലിടാനുള്ള ഈ രൂപത്തിലുള്ള ബോധനങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകുന്ന രൂപത്തിലല്ലാത്തൊരു വഹി അവർക്ക് നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ ഉമ്മത്തിൽ അതേ രൂപത്തിൽ ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ടുള്ള ഹദീസ്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഹദീസ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ടുള്ള മുസ്ലിം ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെല്ലാം പ്രവാചകൻ്റെ ചുറ്റും കൂടി നിന്ന് ഉറക്കെ ഓരോ ആവശ്യം പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഉമറിനെ കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളും മറയുടെ പിന്നിലേക്ക് ഓടി ഒളിച്ചു. ഇത് കണ്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്ന കണ്ട സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലാകുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞു, അല്ലാഹു സിന്നക ബി റസൂലില്ലാ, യാ റസൂലില്ലാ. അതായത് അള്ളാഹു താങ്കൾ എന്നും സന്തോഷവാനാകട്ടെ. ഇതൊരു അറബിയിലുള്ളൊരു പ്രയോഗമാണ്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സ്ത്രീകളെല്ലാം ഇതുവരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ താങ്കളുടെ ശബ്ദം കേട്ടതോടുകൂടെ അവർ 4 ഭാഗത്തേക്ക് അവർ ഓടി. അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് കേട്ട സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കോപിക്കണം. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്നേക്കാൾ അവർ ഭയപ്പെടേണ്ടത് താങ്കളെയല്ലേ? എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടെ അവർക്ക് നേരെ മറക്ക് പിറകിൽ ഒളിച്ചിരിക്കുന്ന അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുവാത്തി അൻഫുസിഹിന്ന, സ്വന്തം ആത്മാക്കളുടെ ശത്രുക്കളെ, നിങ്ങൾ എന്നെ ഭയക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുകയാണോ? അതായത് എന്നേക്കാൾ നിങ്ങൾക്ക് ഭയപ്പെടാൻ അർഹതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് എന്നേക്കാൾ പ്രവാചകനേക്കാൾ എന്നെ നിങ്ങൾ ഭയപ്പെടുകയോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മറക്ക് പിറകിൽ നിന്നുകൊണ്ട് അതിലുള്ള ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, അതെ, താങ്കൾ നബിയേക്കാൾ പരുക്കൻ സ്വഭാവിയും കാർക്കശ്യക്കാരനാണ്, അതുകൊണ്ടാണ് താങ്കളെ ഞങ്ങൾ ഭയപ്പെടുന്നതെന്ന് ഒരു സ്ത്രീ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഉമർ ഒരു വഴിയിലൂടെ വരുന്നതായിട്ട് പിശാച് കണ്ടാൽ പിശാച് പോലും ആ വഴിയിൽ നിന്നും മാറിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്ന വഴിയിൽ പിശാച് പോലും നിൽക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിലാണ് പറയുന്നതായിട്ട് കാണുക. മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ മുസ്ലിം ഉദ്ധരിക്കപ്പെടുന്ന തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ സ്വപ്നത്തിൽ കുറേ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, പ്രവാചകന്മാരുടെ സ്വപ്നം അത് സത്യമാണ്. അപ്പോൾ അവരെല്ലാവരും കുപ്പായം അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അതിൽ ചിലർ നെഞ്ചിന് മുകളിൽ മാത്രം വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ചിലർ നെഞ്ചിന് താഴെ വരെ മാത്രം വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്വപ്നത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നടന്നുപോയി.
അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ നിലത്ത് വലിച്ചിടക്കുന്ന വിധം നീളക്കുപ്പായമാണ് ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത്. അതായത് മറ്റുള്ള ആളുകളെല്ലാം നെഞ്ച് വരെയും നെഞ്ചിന് താഴെയുമായിട്ട് ചെറിയ വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്. പക്ഷേ സ്വപ്നത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന സന്ദർഭത്തിൽ അദ്ദേഹം വലിയ വസ്ത്രങ്ങൾ വലിച്ചെടുക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. അപ്പം സ്വഹാബികളായിട്ടുള്ള ആളുകൾ ചോദിച്ചു, പ്രവാചകരെ എന്താണ് അതിൻ്റെ തഅ്വീൽ, അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രം എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ദീനാണ്. സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരമായിട്ടുള്ള ഹദീസ്. മറ്റൊരു ഹദീസിൽ മുസ്ലിം ഉദ്ധരിക്കുന്നത് തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവാചകൻ ഒരിക്കൽ സ്വർഗ്ഗത്തിൽ നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അവിടെ ഒരു സ്ത്രീ മനോഹരമായിട്ടൊരു കൊട്ടാരത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മനോഹരമായിട്ടൊരു കൊട്ടാരം. അത് കണ്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ലിമൻ ഹാദ, ഈ കൊട്ടാരം ആരുടേതാണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത് ഉമറിൻ്റേതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനത് കയറി കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അയ്യറയെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ആ ദേശത്തെ സംബന്ധിച്ച് കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ പിന്തിരിഞ്ഞ് നടന്നു. അപ്പോൾ ഈ ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലൈക അഗാർ, പ്രവാചകരെ ഞാൻ അങ്ങയോട് ദേഷ്യം കാണിക്കും. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ ഞാൻ അങ്ങയോട് ദേഷ്യം കാണിക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചോദ്യം പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസ് ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. നമുക്കറിയാം, ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ്റെ സാഹിബു സിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്കിടയിൽ, അതായത് സ്വഹാബികളായിട്ടുള്ള ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് ചോദിക്കുകയാണ്, നമുക്കിടയിൽ ഫിത്നയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സന്ദർഭത്തിൽ, ഈ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ സദസ്സിൽ നിന്നും ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്കത് ഓർമ്മയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു ഹദീസ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുക, ആ ഹദീസ് പറയാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുക. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും സമ്പത്തും അതേപോലെ തന്നെ ഭാര്യയും മക്കളെല്ലാം, അതെല്ലാം ഫിത്നയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും സമ്പത്തും ഭാര്യമാരുമെല്ലാം ഫിത്നയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ എല്ലാം മനുഷ്യനെ പരീക്ഷിക്കുമെന്നുള്ള ഹദീസ് ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അവിടെ ധരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിവിടെ ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ഫിത്നകളെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സന്ദർഭം മനോഹരമായിട്ടുള്ള ഹദീസാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് പറഞ്ഞ സന്ദർഭത്തിൽ ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ അതിനെന്തിനാണ് താങ്കൾ വിഷമിക്കുന്നത്? താങ്കൾക്കും ആ ഫിത്നക്കുമിടയിൽ അടക്കപ്പെട്ട ഒരു വാതിലുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അതായത് വലിയ ഫിത്നകളെ സംബന്ധിച്ച് താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത്? യാ അമീറുൽ മുഅ്മിനീൻ, താങ്കൾക്കും ആ വലിയ ഫിത്നക്കുമിടയിൽ വലിയൊരു അടക്കപ്പെട്ട വാതിലുണ്ടല്ലോ. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ആ വാതിൽ ഏത് രൂപത്തിലാണ് തുറക്കപ്പെടുക? അത് ചവിട്ടി പൊളിക്കുകയാണോ അതോ നല്ല രൂപത്തിൽ അത് തുറക്കപ്പെടുകയാണോ ചെയ്യുക? ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായിട്ടും അത് പൊളിക്കും, അതായത് ആളുകൾ വന്നിട്ട് അത് ചവിട്ടി പൊളിക്കും. ഈ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ആളുകൾ ആ രൂപത്തിൽ ചവിട്ടി പൊളിക്കുകയാണെങ്കിൽ പിന്നീട് അതൊരിക്കലും അത് നന്നാക്കാൻ സാധിക്കില്ല. അതായത് ആ വാതിൽ പിന്നീട് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ സാധ്യമല്ല. പിന്നീട് സ്വഹാബികൾ പറയുകയാണ്, ഇത് പറഞ്ഞ ഒരല്പ കാലത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ സ്വഹാബികളായിട്ടുള്ള ആളുകൾ ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചു, താങ്കൾ അന്ന് പറഞ്ഞ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിരുന്നു? അപ്പോൾ ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തീർച്ചയായിട്ടും സൂര്യൻ ഉദിക്കുന്നത് പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലായിരുന്നു. അവിടെ വാതിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അത് പൊളിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വധമാണ്, അദ്ദേഹത്തിനെ വധിക്കുന്നതിനെ സംബന്ധിച്ചാണ്. സുബ്ഹാനല്ലാഹ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും അത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഭരണത്തോടുകൂടെ ഇസ്ലാമിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലം, പിന്നീട് അങ്ങോട്ട് മുഴുവനും ഇസ്ലാമിക മുസ്ലിം ഉമ്മത്തുകൾ തന്നെ പരസ്പരം കലഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. അത്ര മനോഹരമായിട്ടുള്ളൊരു ഹദീസ്. ഖലീഫയായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ നീതിബോധം കാണിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും.
വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്. അത് മുഴുവനും സൂചിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിനും സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ പരുഷ സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹത്തോട് നേർക്ക് നേരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തന്നെ ആളുകൾ ഭയപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ നിന്നും പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്നൊരു വാക്ക് സുബ്ഹാനല്ലാഹ്, ദഅനി അദ്രിബു ഉനഖഹു യാ റസൂലല്ലാഹ്, പ്രവാചകരെ അദ്ദേഹത്തിൻ്റെ തല എടുക്കാൻ എനിക്ക് അനുമതി നൽകണം. അല്ലെങ്കിൽ ദഅനി അദ്രിബു ഉനഖ ഹാദൽ മുനാഫിഖ്, പ്രവാചകരെ ഈ മുനാഫിക്കിനെ ഞാൻ വധിക്കട്ടെ എന്ന് അദ്ദേഹം നിരന്തരമായിട്ട് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രയേറെ മുൻകോപിയായിരുന്ന, അത്രയേറെ എടുത്തുചാട്ടക്കാർ, അത്രയേറെ പരുഷ സ്വഭാവമുള്ള ആളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷം സുബ്ഹാനല്ലാഹ് എത്ര പേരെയാണ് അദ്ദേഹം സ്വയം കൈകൊണ്ട് വധിച്ചതെന്ന് നമ്മൾ നോക്കുക. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലുണ്ടായ പരിവർത്തനം തുല്യതയില്ലാത്ത രൂപത്തിൽ ഏതൊരാളെയും അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുന്നത്. അധികാരം മറ്റുള്ള ആളുകളെ മുഴുവനും അഹങ്കാരികളാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹം ഏറ്റവും വിനയാന്വിതനായിട്ട് മാറുന്നതായിട്ടാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ കാണുന്നത്. ആളുകളെല്ലാം ഖലീഫയുടെ മുഖത്ത് നോക്കി വളരെ പരുഷമായി സംസാരിച്ച സന്ദർഭത്തിൽ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പുഞ്ചിരിയോടെ സ്വീകരിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇത്ര സംഭവങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രതിജ്ഞ എടുത്ത് ഖലീഫയായിട്ട് പ്രതിജ്ഞ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനോ ഹദീസിനോ എതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന കണ്ടാൽ എന്നെ നിങ്ങളെ തിരുത്തണം. ഈ ഒരു വാക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭത്തിൽ സദസ്സിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് പറയുന്നുണ്ട്, അത്തരത്തിൽ താങ്കൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതുകൊണ്ടായിരിക്കും ഞങ്ങൾ തിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വാള് ചൂണ്ടി ഖലീഫയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങളും ചിന്തിച്ചു, ഒരല്പം മുമ്പ് ഞാൻ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദം കേട്ട സന്ദർഭത്തിൽ 4 ഭാഗത്തേക്ക് ഓടി ഒളിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്രയേറെ അവർ ഭയപ്പെട്ട ആ ഉമറിൻ്റെ മുഖത്ത് നോക്കി ഇതേ രൂപത്തിൽ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അദ്ദേഹം ഖലീഫയായതിനു ശേഷം പ്രജകൾക്ക് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, മറ്റൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഖുത്ബ നടത്തുന്ന സന്ദർഭത്തിൽ ഒരു അറാബിയായിട്ടുള്ള മനുഷ്യന് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്തഖില്ലാഹ യാ ഉമർ. സുബ്ഹാനല്ലാഹ്, ഖലീഫയുടെ മുഖത്ത് നോക്കി പരസ്യമായിട്ട് ഖുത്ബ നടത്തുന്ന സന്ദർഭത്തിലാണ് അവർ പറയുന്നത്, ഇത്തഖില്ലാഹ യാ ഉമർ, ഉമറെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ സന്ദർഭത്തിൽ അത് കേട്ട സ്വഹാബികൾക്കെല്ലാം അവർക്കെല്ലാം ദേഷ്യം വരികയാണ്. ഇത്ര ധിക്കാരം, ഇത്ര ഖലീഫയുടെ മുഖത്ത് നോക്കി ഈ രൂപത്തിലുള്ള ധിക്കാരം സംസാരിക്കാൻ താങ്കൾ ആരാണ്? ഈ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിനെ തിരുത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, അയാളുടെ ആ ഉപദേശം ഞാൻ തള്ളിക്കളഞ്ഞാൽ പിന്നീട് എന്നിൽ ഒരു നന്മയില്ല. അത് സ്വീകരിക്കാനുള്ള മനസ്സെനിക്കില്ലെങ്കിൽ എന്നിലൊരു നന്മയില്ല. അത് അയാളത് പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളിലും ഒരു നന്മയുമില്ലെന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ തിരുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, മറ്റൊരു സന്ദർഭം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രജകളുടെ സ്ഥിതിഗതികൾ അറിയാനായി രാത്രി വേഷം മാറി സഞ്ചരിക്കാറുണ്ടായിരുന്നു. നിരവധി ഇദ്ദേഹത്തിൻ്റെ ഈ സഞ്ചാരവേളയിലുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരിക്കൽ ഇതേ രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വീട്ടിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ ഒരു വീട്ടിൽ ഒരാൾ അദ്ദേഹം മദ്യപിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മതിൽ ചാടിക്കടന്ന് ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമറിൻ്റെ ഭരണകാലത്ത് ഈ ഒരു ധിക്കാരം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ രൂപത്തിൽ മദ്യപിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ 3 തെറ്റാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് ചോദിക്കുകയാണ്, ഏതാണ് 3? അദ്ദേഹം പറഞ്ഞു, ഒന്നാമതായിട്ട് താങ്കൾ എൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി, രണ്ടാമതായിട്ട് താങ്കൾ വാതിലിലൂടെ അല്ലാതെ നിങ്ങൾ കയറി വന്നു, മൂന്നാമതായിട്ട് താങ്കൾ കയറുന്ന സന്ദർഭത്തിൽ അനുവാദം ചോദിച്ചില്ല. ഈ 3 തെറ്റ് താങ്കൾ ചെയ്തിട്ടുണ്ട്, ഞാൻ മദ്യപിക്കുക എന്നുള്ള ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ശരിയാണെന്ന് മനസ്സിലാക്കിയ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രതികരിക്കാതെ നടന്നു പോകും. സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു സമീപനം കണ്ടിട്ട് ആ ഒരു വ്യക്തി ആ ഒരു ദിവസം മുതൽ അദ്ദേഹം മദ്യപിക്കുന്നത് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടുള്ള മാതൃകകൾ. അതേപോലെ തന്നെ മറ്റൊരു സംഭവം, വിവാഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവാഹം എളുപ്പമാക്കാൻ സ്ത്രീകൾ ചോദിക്കുന്ന മഹറിൻ്റെ അളവിൽ അതിലൊരു പ്രത്യേക നിശ്ചിത ലിമിറ്റ് വെക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയും അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഖുത്ബ നിർവഹിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ സദസ്സിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്കത് ചെയ്യാൻ യാതൊരു അധികാരവുമില്ല.
എന്നിട്ട് അതിനുശേഷം ആ സ്ത്രീ പരിശുദ്ധ ഖുർആനിൽ നിന്നും അതിനാസ്പദമായിട്ട് തെളിവായിട്ടൊരു ആയത്ത് ഉദ്ധരിക്കുകയും ചെയ്തു. ഈ ആയത്ത് കേട്ട വേളയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഉമറിന് തെറ്റുപറ്റിയിരിക്കുന്നു. ആളുകളെല്ലാം ഉമറിനേക്കാൾ വിവരമുള്ളവരാണെന്ന് ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയം നിങ്ങൾ നോക്കുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഖലീഫയായതിനു ശേഷമുള്ള ജീവിത രീതി, സുബ്ഹാനല്ലാഹ്, ലോക ചരിത്രത്തിൽ ഇത്രയേറെ വിനയത്തോടു കൂടെ ജീവിച്ച മറ്റൊരു ഖലീഫ ഉണ്ടോ എന്നുള്ള സംശയം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത രീതി, അദ്ദേഹം സ്വീകരിച്ച ജീവിത രീതി നോക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട്, അതായത് നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ കണ്ട സന്ദർഭത്തിൽ അതിൽ വിഷമം തോന്നിയ ത്വൽഹ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറയാണ്, നീ പോയിട്ട് നിൻ്റെ പിതാവിനോട് ഒരല്പം കൂടെ ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നീ ഒന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ സ്വന്തം പിതാവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ ആവശ്യവുമായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിതാവേ, യാ അബത്തി, താങ്കൾ ഇതിനേക്കാൾ അർഹിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഒരല്പം നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും കഴിച്ചുകൊണ്ട് താങ്കൾക്ക് ജീവിച്ചുകൂടെ? ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? ഈ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നീ ഇപ്പോൾ പറഞ്ഞതിനെ സംബന്ധിച്ച് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ അവിടെ ഉദ്ധരിക്കാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത മാതൃകകൾ, സുബ്ഹാനല്ലാഹ്, അതായിരുന്നു അദ്ദേഹം പിന്തുടർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകന്റെ ജീവിത രീതികളുടെ ഓരോ സംഭവങ്ങൾ മകളായ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണർത്താൻ തുടങ്ങി. അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മുൻഗാമികളായ 2 പേര് സഞ്ചരിച്ച അതേ പാതയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. ആ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് അവരോടൊപ്പം എനിക്ക് ചേരേണ്ടതുണ്ടെന്ന് മകളെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് സ്വന്തം പിതാവിനോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. നമ്മളൊരല്പം പിറകിലേക്ക് പോവുകയാണെങ്കിൽ ഇതേ ആവശ്യം 20 വർഷങ്ങൾക്ക് മുമ്പ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കാണുക. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം ശ്രദ്ധേയമായിട്ടുള്ള സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെല്ലാം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച സന്ദർഭത്തിൽ അവരെയെല്ലാം വിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് താമസിച്ച സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നുണ്ട്, പള്ളിയുടെ മുകളിലേക്ക്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് വന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന ആ ഒരു കട്ടിലിൻ്റെ പാടുകൾ കണ്ട സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതേ ആവശ്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രവാചകരെ, താങ്കൾ ഒരല്പം നന്നായിട്ട്, ഇതിനേക്കാൾ കൂടുതൽ നന്നായി താങ്കൾ ജീവിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓ ഉമറേ, അതായത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കിസ്രയും അതേപോലെ തന്നെ പേർഷ്യൻ ചക്രവർത്തിയും എല്ലാം എത്ര സുഖലോലുപരായിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത്, താങ്കൾ ഇതിനേക്കാൾ അർഹിക്കുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉമറേ, നമുക്ക് ആഖിറമാണുള്ളത്, അവർക്ക് ദുനിയാവാണ്. ഞാൻ എൻ്റെ ഈ ദുനിയാവിൽ തൃപ്തനാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. ആ മറുപടി കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതേ രൂപത്തിൽ മകൾ പിന്നീട് അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്ന സന്ദർഭത്തിലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. അതായത് ആ ഒരു നേതാവിൽ നിന്നായിരുന്നു അദ്ദേഹം ഇതെല്ലാം പഠിച്ചെടുത്ത്. സുബ്ഹാനല്ലാഹ്, ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ബൈത്തുൽ മാലിന് അദ്ദേഹം എടുത്ത ശമ്പളം, കുടുംബത്തിനൊരല്പം ഭക്ഷണം, അതിനുശേഷം തണുപ്പ് കാലത്തൊരു വസ്ത്രം, വേനൽക്കാലത്തൊരു വസ്ത്രം, ഒരു ഒട്ടകം, ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു മരണം വരെ സ്വീകരിച്ച ശമ്പളം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കുടുംബത്തിനൊരല്പം വസ്ത്രം, തണുപ്പ് കാലത്തും അതേപോലെ തന്നെ ചൂട് കാലത്ത് ഒരു വസ്ത്രം, 2 വസ്ത്രം, പിന്നീട് ഒരു വാഹനം. അതായത് വർഷത്തിൽ 2 വസ്ത്രവും 2 ജോഡി വസ്ത്രവും 2 വസ്ത്രവും ഒരു ഒട്ടകവും. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു മരണം വരെ സ്വീകരിച്ച ശമ്പളം. അത്ര ലളിതമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഖലീഫയായിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു സംഭവം, അദ്ദേഹം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഖുത്ബക്കിടയിൽ
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമഅൻ വ തഅൻ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഈ വാക്ക് പറഞ്ഞ സന്ദർഭത്തിൽ സദസ്സിൽ നിന്നൊരു അഅറാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ലാ സമഅൻ വലാ തഅൻ, കേൾക്കുകയുമില്ല അനുസരിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹം അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്? അപ്പോൾ ഈ അറാബി ആയിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, ഒരു പ്രത്യേക ഗനീമത്ത് സ്വത്ത് നമുക്ക് ലഭിച്ച സന്ദർഭത്തിൽ എല്ലാവരോടും തുല്യമായിട്ട് വീതിക്കാൻ താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അതിൽ നിന്നും ഒരു വസ്ത്രം മാത്രമാണ് കിട്ടിയത്. പക്ഷേ എന്നാൽ താങ്കൾ അതിൽ നിന്നും 2 വസ്ത്രം എടുത്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതായത് എല്ലാവർക്കും ഒരു വസ്ത്രമാണ് വീതിച്ചത്, പക്ഷേ അതേസമയം നിങ്ങൾ 2 വസ്ത്രം എടുത്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് താങ്കളെ ഞാൻ ഇനി അനുസരിക്കുകയില്ലെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഖുതുബക്കിടയിൽ ഒരു അറാബി പറയുകയാണ്. ഈ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്നും മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അതിന് മറുപടി പറയാൻ ആവശ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയ ആ വസ്ത്രമാണ് ഞാൻ പിതാവിന് നൽകിയത്. സുബ്ഹാനല്ലാഹ്. അതായത് എൻ്റെ ഷെയറാണ് ഞാൻ പിതാവിന് നൽകിയത്, അതാണ് നിങ്ങൾ കണ്ട 2 വസ്ത്രം. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടുള്ള സംഭവം. അതേപോലെ തന്നെ ജുമുഅ നമസ്കാരത്തിനൊരിക്കൽ താമസിച്ചു വന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു താമസിച്ചു വന്ന സന്ദർഭത്തിൽ ജനങ്ങൾ കാരണം തിരക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ വസ്ത്രമാണ് ഞാൻ വൈകാൻ കാരണം. അതായത് ആകെ ഒരു വസ്ത്രമുള്ളൂ, അത് ഉണക്കാനിട്ട് അത് ഉണങ്ങുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര വൈകിയതെന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ബാധിച്ച ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു ശക്തമായിട്ടുള്ള ക്ഷാമം. ആമുർ റമാദ അല്ലെങ്കിൽ വെണ്ണീർ വർഷം എന്നാണ് ആ ഒരു വർഷത്തെ ചരിത്രകാരന്മാർ വിളിക്കുന്നത്. ആ ഒരു വർഷത്തിൽ സ്വഹാബികളായിട്ടുള്ള ആളുകൾ പറയുകയാണ്, ഓരോ ദിവസം കഴിയുന്തോറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ വളരെ ക്ഷീണിച്ചു വന്നു. അദ്ദേഹം മുസ്ലിങ്ങളോടൊപ്പം അദ്ദേഹവും ഭക്ഷണം കഴിക്കാൻ സന്നദ്ധ, അതായത് മുസ്ലിങ്ങൾ ഏത് കാലത്ത് ഭക്ഷിക്കുന്നോ അതേ സന്ദർഭത്തിൽ മാത്രമേ ഇനി ഉമറും ഭക്ഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പട്ടിണി കിടക്കുകയായിരുന്നു. സ്വഹാബികളായിട്ടുള്ള ആളുകൾ പറയുകയാണ്, ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ കരുതിപ്പോയി ഒരല്പം കൂടെ ഈ ക്ഷാമം ഒരല്പം കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉമർ പട്ടിണി കിടന്ന് മരണപ്പെടുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് സ്വഹാബികളായിട്ടുള്ള ആളുകൾ പറയുകയാണ്. ഒരു സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്ന് അതിയായ ശബ്ദം വന്നു. അതായത് വിശപ്പ് കാരണം ശക്തമായിട്ടുള്ള ശബ്ദം വയറിനകത്ത് നിന്ന് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉറക്ക വയറിൽ അടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, വയറെ നീ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മുസ്ലിങ്ങളുടെ പട്ടിണി മാറുന്നത് വരെ നീ പട്ടിണി അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് സ്വയം വയറിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുള്ള തുല്യതയില്ലാത്ത നീതി പുലർന്ന കാലഘട്ടമാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. 100 കണക്കിന് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി സംരക്ഷണം ലഭിക്കാതെ അത് മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഈ ഒരു വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ അദ്ദേഹം പ്രജകളുടെ സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടി അദ്ദേഹം പലപ്പോഴും രാത്രി കാലത്ത് അദ്ദേഹം സഞ്ചരിക്കാറുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടൊരു സംഭവം ത്വൽഹ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ രാത്രി ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ നിന്നും കയറി ഇറങ്ങുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നേരം പുലർന്ന സന്ദർഭത്തിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ പോയി നോക്കിയ സന്ദർഭത്തിൽ അവിടെ കണ്ണ് കാണാത്തൊരു യുവതി ഉണ്ടായിരുന്നു. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ഇവിടെ രാത്രി ഒരാൾ വരാറുണ്ടല്ലോ, എന്തിനാണ് അയാൾ വരുന്നത്? ആ സ്ത്രീ പറഞ്ഞു, കുറേ കാലമായിട്ട് ഒരാൾ വരുന്നു, ആരാണെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല, എനിക്ക് ആവശ്യമുള്ളതെല്ലാം അയാൾ നൽകും, എൻ്റെ മാലിന്യങ്ങളെല്ലാം അയാൾ വൃത്തിയാക്കിയിട്ട് ദിനേന അയാൾ പോകും. ഇത് കേട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സംഭവം, ഒരിക്കലൊരു യാത്രാ സംഘം മദീനയിലെത്തുകയാണ്. ഈ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമ്മൾ ആ യാത്രക്കാരെ പരിചരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ഏറ്റവും വലിയൊരു കോടീശ്വരനാണ്. അദ്ദേഹമാണ് സാധാരണക്കാരനെ പോലെ അവിടെ ഉണ്ടായിരുന്ന യാത്രാ സംഘത്തെ പരിചരിക്കാൻ വേണ്ടി പോകുന്നത്. അവർ രണ്ടുപേരെ യാത്രാ സംഘത്തിനടുത്തെത്തുന്നു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ യാത്രാ സംഘത്തിനിടയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കയ്യിലുള്ള ഒരു കുട്ടി, ആ കുട്ടി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഉമർ റളിയല്ലാഹു അൻഹു അവരോട് വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയുടെ കരച്ചിൽ നിർത്തണം, അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ആവശ്യപ്പെടുകയാണ്. ഒരല്പസമയം സമയം കഴിഞ്ഞപ്പോഴും കുട്ടി കരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് സുബ്ഹി നമസ്കാരത്തിൻ്റെ ഒരല്പം മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് വീണ്ടും ചോദിച്ചു, എന്താണ് കുട്ടി ഈ രൂപത്തിൽ കരയുന്നത്? രാത്രി മുഴുവനായിട്ട് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, കുട്ടി മുല കുടിക്കാൻ വേണ്ടിയിട്ടാണ് കരയുന്നത്, അത് ഞാൻ മുല കുടിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് കുട്ടി കരയുന്നത്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുട്ടിക്ക് മുല കൊടുക്കാത്തത്? അപ്പോൾ സ്ത്രീ പറഞ്ഞു, മുലകുടി നിർത്തിയ കുട്ടികൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ പെൻഷൻ നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് നാട്ടിലൊരു പെൻഷൻ സമ്പ്രദായമുണ്ട്. അപ്പോൾ മുലകുടി പ്രായം കഴിഞ്ഞാലേ ആ കുട്ടിക്ക് അത് കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ആ കുട്ടിയുടെ മുലകുടി അവസാനിപ്പിക്കുകയാണ്. താൻ സംസാരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണെന്ന് ആ സ്ത്രീ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട വേളയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അവരെ തിരുത്തുകയാണ്. ആ സ്ത്രീയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തുകയും എന്നിട്ട് അവരോട് മുല കൊടുക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർബന്ധിക്കുകയും ചെയ്തു. അതിനുശേഷം സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹി നമസ്കാര സന്ദർഭത്തിൽ, അത് കഴിഞ്ഞ് സുബ്ഹി നമസ്കാര സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഓതുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. അതായത് ഉമർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾ കേട്ട ഒരാൾക്കും മനസ്സിലായില്ല. അത്രയേറെ ശക്തമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലുടനീളം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമസ്കാരത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, കഷ്ടം, ഉമർ എത്ര കുട്ടികളെയാണ് കൊന്നത്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം സ്വയം വിചാരണ ചെയ്യുകയാണ്. മറ്റുള്ള ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഉറക്കെ പറയുകയാണ്, കഷ്ടം, ഉമർ എത്ര കുട്ടികളെയാണ് വധിച്ചത്. ഇനി മുതൽ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ പെൻഷൻ ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു നിബന്ധന ഇന്നു മുതൽ എടുത്തൊഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു നിയമം വെച്ചുകൊണ്ട് പിൻവലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നീതിബോധം. സുബ്ഹാനല്ലാഹ്. എത്രയെത്ര കഥകളാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം. ഈ ഒരു സംഭവം തന്നെ അദ്ദേഹം അധികാരിയോട് സ്വീകരിച്ച ആളുകളും സാധാരണക്കാരായ ആളുകളോടെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു നീതിബോധം വളരെ വ്യക്തമായി കാണിച്ചിരുന്ന മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെതിരെ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചൊരു നടപടി, ഒരിക്കൽ ഒരു ക്രിസ്ത്യൻ യുവാവ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈജിപ്തിലെ ഗവർണറായിരുന്നു. അംർ ഇബ്നുൽ ആസിൻ്റെ മകനോടൊപ്പം ആ ക്രിസ്ത്യൻ യുവാവ് ഓട്ട മത്സരം വെച്ചു. ആ ഓട്ട മത്സരത്തിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനെ ഈ ക്രിസ്ത്യൻ യുവാവ് പരാജയപ്പെടുത്തി. അപ്പോൾ മകന് വല്ലാതായിട്ടത് വേദനിച്ചു. കാരണം ഈ ഗവർണറെ മകനായ എന്നെ തോൽപ്പിക്കാൻ മാത്രം നീ ആളായോ? എന്നിട്ട് അദ്ദേഹം ഈ മകന്, അന്തസ്സുള്ള മാതാപിതാക്കളെ മകനെ നീ തോൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ ക്രിസ്ത്യൻ യുവാവിനെ ഈ അംർ ഇബ്നുൽ ആസിൻ്റെ മകന് മർദ്ദിക്കുകയാണ്. ഒരുപാട് അടിച്ചു. ഈ ഒരു കേസ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കോടതിയിലെത്തി. ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും മകനെയും വിളിപ്പിക്കുകയാണ്. രണ്ടുപേരും മദീനയിലെത്തുന്നു. എന്നിട്ട് ഈ ക്രിസ്ത്യാനിയായ യുവാവിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾ അടിച്ചതിന് പകരം എൻ്റെ മുമ്പിൽ ഈ അംർ ഇബ്നുൽ ആസിൻ്റെ മകനെ അടിക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം അംർ ഇബ്നുൽ ആസിൻ്റെ മകനെ വേണ്ടത്ര അടിച്ചു. അതിനുശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി താങ്കൾ അദ്ദേഹത്തിൻ്റെ പിതാവായ അംർ ഇബ്നുൽ ആസിനെ താങ്കൾ അടിക്കുക. കാരണം പിതാവിൻ്റെ ആ ഹുങ്കിലാണ്, അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഗവർണറാണ് എന്നുള്ള ആ ഒരു ധിക്കാരത്തിലാണ്, ആ ഒരു അഹങ്കാരത്തിലാണ് മകന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് പിതാവും ശിക്ഷ അർഹിക്കുന്നുണ്ടെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ സന്ദർഭത്തിൽ ആ ക്രിസ്ത്യൻ യുവാവ് പറഞ്ഞു, എനിക്ക് മകനുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ, അതുകൊണ്ട് എനിക്കുള്ള പരിഹാരം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, ആ മകൻ്റെ പിതാവിനെ എനിക്ക് ഉപദ്രവിക്കേണ്ടതില്ല. അതിനുശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെതിരെ തിരിഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഓ അംർ, താങ്കൾ ജനങ്ങളെ എന്നു മുതലാണ് അടിമകളാക്കാൻ തുടങ്ങിയത്? അവർ മാതാക്കൾ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അവർ സ്വതന്ത്രരായിട്ടല്ലേ ജനിച്ചു വീഴുന്നത്? എന്നു മുതലാണ് താങ്കൾ ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത്? എന്തെങ്കിലും ഒരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ബോധിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അവരെ തിരിച്ചയക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എത്ര നീതിപൂർവമായിട്ടുള്ള ഭരണം. ഇൻഷാ അല്ലാഹ് നിരവധി കഥകൾ ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ
ശ്രദ്ധേയമായിട്ടുള്ള ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മൾ നേടിയ സിറിയയുടെ കീഴടക്കൽ, അതേപോലെ തന്നെ യർമൂക്ക് യുദ്ധം, ഖാദിസിയ യുദ്ധം, ബൈത്തുൽ മുഖദ്ദസിൻ്റെ കീഴടക്കൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടർന്ന് അങ്ങോട്ട് പരിശോധിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സ്വഹാബികളുടെ കൂട്ടത്തിൽ നമ്മളെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.